हिंदी क्लास में सबको स्वागत। आज हम सूरदास का एक पद पढ़ेंगे। सूरदास हिंदी साहित्य में भक्तिकाल की सगुण भक्ति शाखा के कृष्ण भक्त कवि हैं। നമുക്ക് എന്താണ് ഭക്തികാൽ സഗുൺ ഭക്തി ശാഖ എന്താണെന്ന് നോക്കാം. ഭക്തികാലത്തെ രണ്ടായി തരംതിരിക്കുകയാണ്. നിർഗുൺ ഭക്തി ശാഖ और സഗുൺ ഭക്തി ശാഖ. നിർഗുൺ ഭക്തി ശാഖ എന്ന് പറഞ്ഞാൽ ഈശ്വരന് രൂപം ഇല്ല, ഈശ്വരനെ കാണാൻ പറ്റുന്നതല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നിർഗുൺ ഭക്തി ശാഖയിലുള്ളത്. നിർഗുൺ ഭക്തി ശാഖയെ വീണ്ടും രണ്ടായി തരംതിരിക്കുകയാണ്. ജ്ഞാനാശ്രയ ശാഖ, പ്രേമാശ്രയ ശാഖ. നമുക്ക് അതല്ല പഠിക്കാനുള്ളത്, സഗുണ ഭക്തി ശാഖയാണ്. അപ്പോൾ അതുപോലെ സഗുൺ ഭക്തി ശാഖ എന്ന് പറഞ്ഞാൽ ഈശ്വരന് നിശ്ചിതമായ രൂപം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് സഗുൺ ഭക്തി ശാഖയിലെ കവികൾ. ഈ സഗുൺ ഭക്തി ശാഖയെ രാംഭക്തി ശാഖ എന്നും കൃഷ്ണഭക്തി ശാഖ എന്നും രണ്ടായി തരംതിരിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് കൃഷ്ണന് അല്ലെ രാമന് പ്രത്യേക നിശ്ചിതമായ ആ രൂപം ഉണ്ട് എന്നതാണ്. ഇവിടെ സൂർദാസ് കൃഷ്ണഭക്തി ശാഖയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവിയാണ്. ഇനി സൂർദാസ് ആരാണെന്ന് കുറച്ചുകൂടി നമുക്ക് ഇന്ന് നോക്കാം. സൂർദാസ് वल्लभाचार्य के शिष्य थे. वे अष्टचाप कवियों में सबसे श्रेष्ठ थे. അഷ്ടച്ചാപ്പ് കവി എന്ന് പറഞ്ഞാൽ 8 കവികൾ കൂടി ഒരു കൂട്ടമാണ് അഷ്ടച്ചാപ്പ് കവി എന്ന് പറയുന്നത്. നന്ദദാസ്, കുംഭൻദാസ്, ചതുർഭുജദാസ് എന്നിങ്ങനെ കുറച്ച് പേരാണ്. അതിൽ പ്രധാനിയാണ് സൂർദാസ്. सूरदास की 3 प्रमुख रचनाएं हैं: सूरसागर, सूरसारावली और साहित्य लहरी. इनमें सूरसागर उनकी अमर कीर्ति का आधार स्तंभ है. ഈ പറഞ്ഞിരിക്കുന്ന 3 രചനകളിൽ വെച്ചിട്ട് ഏറ്റവും പ്രസിദ്ധമായ രചനയാണ് സൂർസാഗർ. അദ്ദേഹത്തിന് കീർത്തി നേടിക്കൊടുത്ത രചനയാണത്. इसकी कथा ശ്രീമദ് ഭാഗവത് पर आधारित है. ഇതിൻ്റെ കഥ ശ്രീമദ് ഭാഗവതത്തെ അടിസ്ഥാനമാക്കിയാണ്. इसमें कृष्ण की बाललीलाएं और गोपिकाओं के विरह का वर्णन अत्यंत विस्तार से गाया गया है. ഈ ഒരു രചനയിൽ കൃഷ്ണൻ്റെ ബാലലീലകളെയും ഗോപികമാരുടെ വിരഹത്തെയുമാണ് വിസ്തൃതമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു പറയപ്പെടുന്നതാണ് सूरदास जन्मांध थे. कहा जाता है कि सूरदास जन्मांध थे और कुछ लोग कहते हैं कि वे बाद में अंधा हो गए हैं. जो भी हो, इस अंधे कवि ने कृष्ण की जन्मभूमि वृंदावन की भाषा अर्थात व्रज भाषा के माध्यम से अपनी प्रतिभा का परिचय दिया है. ഇനി അന്ധനായ കവിയാണെന്ന് പറഞ്ഞ് എന്തു തന്നെ ആയാലും കൃഷ്ണൻ്റെ ജന്മഭൂമിയായ വൃന്ദാവനത്തിലെ ഭാഷയായ വ്രജഭാഷ, ഈ ഭാഷയിലൂടെയാണ് തൻ്റെ കഴിവുകൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. യഹി ഹെ സൂർദാസ് കാ പരിചയ്. आगे हम सूरदास का पद देखेंगे. मैया हौम न चरैहौ गाय. കൃഷ്ണൻ തൻ്റെ അമ്മയോട് യശോദ മാമിനോട് കംപ്ലൈൻറ്റ് പറയുകയാണ്. ബാലക് കൃഷ്ണ अपनी माम यशोदा से ग्वाल बालकों की शिकायत करते हैं. വളർത്തമ്മയാണ് യശോദ, തൻ്റെ അമ്മയോട് കംപ്ലൈൻറ്റ് പറയുകയാണ്. എന്താണ് കംപ്ലൈൻറ്റ് പറയുന്നത് നമുക്ക് നോക്കാം. ഹേ മാം, മയ്യ അർത്ഥ ഹേ മാം, ന ചരൈഹൗ ഗായ്, ചരാന മേയ്ക്കുക, ഗായ് പശു, മേ ഗായ് കോ ചരാനെ കെ ലിയെ ന ജാഊങ്ക. എന്താണ് കാരണം പറയുന്നതെന്ന് നോക്കാം. സിയാനെ ഗ്വാൽ ഘിരാവത്ത് മോസോം. സിയാനെ സാരെ, ഗ്വാൽ ഇടയൻ, ഘിരാവത്ത് ഘീർണ വളയുക, ചുറ്റുക, മോസോം എന്ന് പറഞ്ഞാൽ മുജ്സെ, സാരെ ഗ്വാല ബാലക് मुझसे कहते हैं, मेरे चारों मोर खड़े होकर मुझसे कहते हैं कि तुम गाय को चराओ, നീ ഗായനെ മേയ്ക്കൂ എന്ന് എന്നോട് പറയുന്നു. മേരെ പാവ് പിരായി, മേരെ പാവ്, പാവ് അർത്ഥ ഹേ പയർ, കാല്, എൻ്റെ കാലുകൾ പിരായി, പിരാന വേദനിക്കുക, മേരെ പയരോമേം ദർദ് होने लगा है. इस प्रकार गाय के पीछे पीछे जाने से, गाय को चराने से मेरे पैरों पर दर्द होने लगा है. जो न पथ्य ही पूछी बलदाऊ ही अपनी सौह दिवाई. जो न पथ्य ही, पथ्य ठीक, जो ठीक नहीं है, जो सही नहीं है, तो पूछी बलदाऊ ही, बलदाऊ, दाऊ अर्थ है ज्येष्ठन, भाई. बलदाऊ बलराम से पूछ लीजिए,
यदि तुम्हें ठीक नहीं लगता तो बलराम से पूछ लेना चाहिए. अपनी सौंह दिवाई. मैं शब्द खाकर, सौंह अर्थ है शब्द खाकर कहता हूँ. यह सुनी माई यशोदा ग्वालिनी गारी देती रिसाई. यह सुनकर माई यशोदा माम क्या करती है? यशोदा माम ग्वाल बालकों को गाली देती है. गाली देना, गारी देती, ഗാലി എന്ന് പറഞ്ഞാൽ വഴക്ക് പറയുക, ചീത്ത പറയുക. റിസായി, റിസാന ദേഷ്യപ്പെടുക. यशोदा माम स्वयं क्रुद्ध होती है और उसे गुस्सा आती है और ग्वाल बालकों को गालियाँ देती हैं. यह मैं पढ़ावती अपने लड़का को आवे मन बहराई. यशोदा माम बच्चों से ग्वाल बालकों से कहती है कि मैं अपने लड़का अर्थ है लड़का, मैं अपने लड़के को भेजती हूँ, इसलिए भेजती हूँ. पढ़ावती भेजना, भेजती हूँ. मैं अपने लड़के को इस प्रकार इसलिए भेजती हूँ कि आवे मन बहराई. मन बहലാന എന്ന് പറഞ്ഞാൽ മനസ്സ് സന്തോഷിക്കുവാൻ വേണ്ടി, ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ മകനെ കളിക്കുവാൻ വേണ്ടി അയക്കുന്നത്. सूर श्याम मेरो अति बालक मारत ताही रिंगाई. यशोदा माम कहती है कि मेरा बालक छोटा है, अत्यधिक छोटा है. मारत ताही रिंगाई, उसे रिंगाना अर्थ है इഴയിപ്പിക്കുക, ബുദ്ധിമുട്ടിക്കുക. सभी बालक अपने बच्चे को रिंगाते हैं. इसलिए यहाँ सूरदास कहते हैं कि हमारे घर में होने वाली हालत का वर्णन किया है. ഇവിടെ നമ്മൾ എന്താണ് കണ്ടത്? കൃഷ്ണൻ തൻ്റെ അമ്മയോട്, യശോദയോട് കംപ്ലൈൻറ്റ് പറയുന്നതാണ്. ആരെക്കുറിച്ചിട്ടാണ് കംപ്ലൈൻറ്റ് പറയുന്നത്? ബാലകന്മാരെ കുറിച്ചിട്ടാണ് കംപ്ലൈൻറ്റ് പറയുന്നത്. എന്താണ് കംപ്ലൈൻറ്റ്? ഗായിനെ മേയ്ക്കുവാൻ വേണ്ടി, പശുവിനെ മേയ്ക്കുവാൻ വേണ്ടി എന്നെ പറഞ്ഞയക്കുകയാണ്, എൻ്റെ കാല് വേദനിക്കുന്നു, അതുകൊണ്ട് ഞാൻ പോവുകയില്ല എന്ന് പറയുന്നു. അപ്പോൾ ബലരാമനോട് ചോദിച്ചുള്ളൂ, ഞാൻ പറയുന്നത് സത്യം തന്നെയാണ് എന്ന് കൃഷ്ണൻ അമ്മയോട് നിർദ്ദേശിക്കുന്നു. ഇത് കേട്ടിട്ട് അമ്മ ദേഷ്യം വരികയും ഗ്വാലബാലകന്മാരെ വഴക്കു പറയുകയും ചെയ്യുന്നു. ഞാൻ എൻ്റെ കുട്ടിയെ എന്തിനാണ് അയച്ചത്? കളിക്കുവാൻ വേണ്ടി, കുറച്ച് മനസ്സ് സന്തോഷിക്കുവാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ കുട്ടിയെ അയച്ചത്. അവൻ ചെറിയ കുട്ടിയാണ്, അവനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ഗ്വാലബാലകന്മാരോട് അമ്മ ഒരു സജഷൻ പറയുകയുമാണ് ചെയ്യുന്നത്. ഇനി ഈ പദിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. सूरदास के प्रस्तुत पद में बालक कृष्ण की शिकायतें, माता यशोदा का वात्सल्य, ग्वाल बालकों के प्रति क्रोध आदि स्वाभाविक बातों का चित्रण देखने को मिलता है. നമ്മൾ സാധാരണയായി കാണുന്നത് ആയ കൃഷ്ണൻ്റെ ആവലാദികൾ, കംപ്ലൈൻറ്റ്സ്, और മാതാ യശോദ കാ വാത്സല്യ, ഇതൊക്കെ കേൾക്കുമ്പോൾ അമ്മയായ യശോദക്ക് കുട്ടിയോട് തോന്നുന്നതായ ആ വാത്സല്യം, ഗ്വാലബാലന്മാരോട് ഉള്ള ദേഷ്യം, ഇതൊക്കെയാണ്, ഇങ്ങനെയുള്ള സ്വാഭാവികമായ കാര്യങ്ങളെയാണ് സൂർദാസ് ഈ പദിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിൽ പാരഗ്രാഫ് ചോദ്യവും ചോദിക്കാൻ പറ്റുന്നതാണ്, അതുപോലെ തന്നെ അനോട്ടേഷനും ചോദിക്കാൻ പറ്റുന്നതാണ്.